നമ്മൾ ചർച്ച ചെയ്യാൻ എടുത്തിരിക്കുന്ന ടോപ്പിക് ഓൺലൈൻ ഗെയിമിങ്ങിനെ കുറിച്ചാണ്. പലതരത്തിലുള്ള ഗെയിംസ് ഉണ്ട്. എല്ലാ ഗെയിംസിനും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. എൻ്റെ കൊച്ച് ഇത് ഉപയോഗം കുറയ്ക്കണം എന്ന് നമ്മൾ പറയുമ്പം പിതാവോ മാതാവോ അവിടെ നിന്ന് ഇത് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? കുട്ടികളിലേക്ക് ഇങ്ങനെ എങ്ങനെയെങ്കിലും ഇടിച്ചു കയറാനായിട്ടുള്ള പല മെത്തേഡ്സ് യൂസ് ചെയ്യണേ. എന്താണ് അവൻ കളിക്കുന്നത്, എത്ര നേരം കളിക്കുന്നുണ്ട്, അതിൻ്റെ കണ്ടന്റ് എന്താണ്, ഇതെല്ലാം പേരൻസ് അറിയണം. എന്താണ് ഒരു പാരന്റിംഗ് രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അതിനെയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും? അങ്ങനെ എന്തെങ്കിലും വഴികളുണ്ടോ, സോഴ്സസ് ഉണ്ടോ? പണ്ട് കാലത്തൊക്കെ ഈ ഗെയിമിംഗ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഭയങ്കര ഒരു സോഷ്യലൈസിങ് എലമെന്റ് ആണ്. പക്ഷെ ഇന്ന് അതൊരു ആന്റി സോഷ്യലൈസിങ് എലമെന്റും പലപ്പോഴും പലരുടെ ലൈഫ് ത്രെറ്റനിങ് സാധനങ്ങളൊക്കെ ആയിട്ട് മാറി വരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് എന്തുമാത്രം പിള്ളേരിൽ ഇൻഫ്ലുവൻസ്ഡ് ആകുന്നു, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഇതിനെപ്പറ്റി നമ്മളോട് സംസാരിക്കാനായി നമ്മളുടെ ഇന്നുള്ളത് ടിൻഡു ചേച്ചിയുണ്ട്. ടിൻഡു ചേച്ചി ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. പിന്നെ ജേക്കബ് ഏട്ടൻ ഉണ്ട്. ജേക്കബ് ഏട്ടൻ ഒരു ഗ്രാഫിക് ഡിസൈനറാണ്. കൂടെ യൂത്തിൻ്റെ കൂടെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. കൂടെ ഞങ്ങളുടെ അപ്പയുണ്ട്, മാർട്ടിൻ. അപ്പ ഇവിടെ എറണാകുളത്ത് ബിസിനസ് ചെയ്യുന്നു. ഓക്കെ, സോ ജേക്കബ് ഏട്ടൻ, നമുക്ക് ആദ്യം ജേക്കബ് ഏട്ടനിലേക്ക് പോകാം. എന്തുമാത്രം ഈ ഒരു ഓൺലൈൻ ഗെയിമിംഗ് അല്ലെങ്കിൽ വീഡിയോ ഗെയിമിംഗ് പിള്ളേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണ് ചേട്ടൻ കണ്ടിട്ടുള്ളതെന്നൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാമോ? ഇപ്പം നമുക്കറിയാമല്ലോ, ഈ ടു ഗെയിമിഫൈ എവറിത്തിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മോഡ് ഓഫ് ലേണിംഗ്. വെരി ഇൻട്രസ്റ്റിംഗ് മോഡ് ഓഫ് ലേണിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം പലതരത്തിലുള്ള ഗെയിംസ് ഉണ്ട്. ഒരുപക്ഷെ സ്ട്രാറ്റജി ഗെയിംസ് ഉണ്ട്, അതല്ലെങ്കിൽ നമുക്കറിയാം ഈ ഇൻ്റലിജൻസ്, ബുദ്ധിപരമായ നീക്കങ്ങൾ വേണ്ട അങ്ങനത്തെ സാധനങ്ങൾ ആവശ്യമുള്ളതുണ്ട്. അപ്പം ഇങ്ങനത്തെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ ഒരു ഡ്രൈവിംഗ് ഫോർ എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ, അപ്പോൾ അങ്ങനത്തെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഗെയിംസ് ഉണ്ട്. പക്ഷെ ഡേഞ്ചർ സൈഡ് എന്ന് പറയുന്നത് ദർ ആർ ഗെയിംസ് വിച്ച് ആർ എന്താ പറയുക, വയലൻ്റ് ആയിട്ടുള്ള, അതായത് നമ്മളൊരു വയലൻ്റ് ബിഹേവിയറിനെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഗെയിംസ് ഉണ്ട്. അത് മാത്രമല്ല, ഈവൻ വളരെ പൊണോഗ്രഫിക് ആയിട്ടുള്ള, സെൻഷ്വൽ ആയിട്ടുള്ള, ഈക്വലൻ ടു പൊണോഗ്രഫി, അങ്ങനത്തെ ഗെയിംസ് ഇഷ്ടം പോലെയുണ്ട്. അതുമാത്രമല്ല, ദർ ആർ ഡിമോണിക് ഗെയിംസ് വേർ യു കോൺജോർ ദി സ്പിരിറ്റ്സ്. അപ്പോൾ ഇതൊക്കെ, അപ്പോൾ അങ്ങനത്തെ പല തരത്തിലുള്ള ഗെയിമുകളുണ്ട്. അപ്പോൾ ഞാൻ ഈ അവസാനം മെൻഷൻ പറഞ്ഞ തരത്തിലുള്ള ഗെയിമുകളെന്ന് പറയുന്നത് അത് ഡയറക്റ്റ്ലി മനുഷ്യനെ എന്താ പറയുക, അവൻ്റെ ജീവനും അവൻ്റെ സൈക്കി മാത്രമല്ല അവൻ്റെ ഫിസിക്കൽ ബോഡി തൊട്ട് എല്ലാം ഹാം ചെയ്യുന്നൊരു സാധനമാണ്. പിന്നെ എല്ലാ ഗെയിമും നോക്കുവാണെങ്കിലും അതിന് ഈ അഡിക്ഷനുണ്ട്. കാരണം അതിന് നമ്മൾ സ്ക്രീൻ അഡിക്ഷൻസ് ഉണ്ട്. അപ്പം ആകെ മൊത്തം എല്ലാ ഗെയിംസിനും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അത് ദാറ്റ് ഹാസ് ടു ബി അവോയ്ഡഡ്. മറ്റേത് വിൽ ഹാവ് ടു ബി മോഡറേറ്റഡ്. കാരണം നമുക്കിത് യൂഷ്വലി ഒരു ഗെയിം എന്ന് പറയുമ്പോൾ പിള്ളേർക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് സാധനമാണ് അല്ലേ? പിള്ളേർക്ക് എല്ലാവർക്കും ഗെയിം, അതെ, ഗെയിമിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചാടി കയറാൻ തോന്നലൊക്കെ വരുന്ന സാധനമാണ്. അവർക്ക് പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരറിയുന്നില്ല ഇതിന്റെ കണ്ടന്റ് എന്താണെന്നൊന്നും അറിയുന്നില്ല. ഇതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയി പോവാണ്. അപ്പോൾ അത് എന്താണ് ഒരു പാരന്റിങ് രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അതിനെയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും? അങ്ങനെ എന്തെങ്കിലും വഴികളുണ്ടോ, സോഴ്സസ് ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഇത് ചെയ്യാനൊക്കെ ആയിട്ട്? ചേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ അവിടെ കൂടുതൽ കളിക്കുന്ന, ഇപ്പം സ്കൂളുകളിലൊക്കെ കുട്ടികളാണെങ്കിൽ അവർ കൂടുതൽ തിരഞ്ഞെടുക്കുന്ന സർവൈവൽ ഗെയിംസ് എന്ന് പറയും. സർവൈവൽ ഗെയിംസ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരെയും തട്ടിയിട്ട് എനിക്കെങ്ങനെ സർവൈവ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഗെയിംസിലൂടെ കളിച്ച് അവരുടെ റിയൽ ലൈഫിലും. അപ്പോൾ നമ്മളൊരു പറയുവാണ്, മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന് നമ്മളൊരു കൺസെപ്റ്റ് പലരും കൊടുക്കും. പക്ഷേ മാർഗവും ലക്ഷ്യവും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയില്ല. അപ്പോൾ ഏത് മാർഗവും സ്വീകരിച്ച് നമ്മൾ ലക്ഷ്യത്തിലെത്തുക. ഇപ്പോൾ ഈ ഈയിടെയായിട്ട് കൂടുതലായിട്ട് കളിക്കുന്ന, ഇപ്പം നമ്മളുടെ പബ്ജിയൊക്കെ ബാൻ ചെയ്ത സമയത്ത് ഫ്രീ ഫയർ പോലത്തെ ഗെയിമിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ആയി. അതായത് ഏതാണ്ട് 5th 4th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് ഈ ഒരു ഫ്രീ ഫയർ കാര്യമായിട്ട് കളിക്കുന്നു. അപ്പോൾ ഫ്രീ ഫയറിൻ്റെ ഒരു ഫിലിമിൽ, ഒരു ജാപ്പനീസ് ഫിലിമിൽ, റോയൽ ബാറ്റിൽ എന്ന് പറഞ്ഞൊരു ഫിലിമിൽ നിന്നാണ് ആ ഒരു ഫ്രീ ഫയർ ഗെയിം അതിൻ്റെ ഒരു കോണ്ടന്റ് വരുന്നത്. അതായത് ഒരു ഐലൻഡിലേക്ക് 9th ഗ്രേഡ് സ്റ്റാൻഡേർഡിലുള്ള കുട്ടികളെ കൊണ്ടുവന്ന് വിടുന്നു. അപ്പോൾ അവരോട് പറയുന്നൊരു മിഷൻ എന്ന് പറയുന്നത്, അവർക്ക് വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും കൊടുത്തിട്ട് അവർക്ക് കൊടുക്കുന്ന മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം കൊല്ലുക. എന്നുവെച്ചാൽ തൊട്ടടുപ്പത്ത് വരുന്ന നമ്മുടെ ഫ്രണ്ടാണ്, കൂട്ടുകാരനാണ്, ഒരേപോലെ പഠിക്കുന്നതാണ്, പക്ഷേ കൊല്ലുക. ദ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ്.
അവൻ വിൽ വിൻ ദ ഗെയിം, അവനാണ് ഗെയിം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കൂടി ഇങ്ങനെ. അപ്പം ഒന്ന് ഓർത്ത് നോക്കിയേ, ഇത് റിപ്പീറ്റഡ് ആയിട്ട് കളിക്കുന്ന ഒരു കുട്ടിയിലുണ്ടാവുന്ന ഒരു ബിഹേവിയർ പ്രോബ്ലം, അത് ശരിക്കും അതൊരു അലാമിങ് സ്റ്റേജിലാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗെയിംസിന് പോസിറ്റീവ് സൈഡ് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ റിയൽ ലൈഫിലും ബാക്കിയുള്ളവനെ എല്ലാം ചവിട്ടി താത്തിട്ട് എനിക്ക് വിജയിക്കണം എന്നുള്ള ഒരു ഇത് പോകുന്നത് ശരിക്കും അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് തന്നെയാണ്. ശരിക്കും പാരന്റ്സ് അറിഞ്ഞിരിക്കണ്ടേ എന്താണ് വാട്ട് ഇസ് ദ കണ്ടന്റ് ഓഫ് ദ ഗെയിം എന്നുള്ളത് അറിഞ്ഞിരിക്കണ്ടേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അറിയാനൊക്കെ? അപ്പം അത് നമ്മൾ ശരിക്കും എൽറിയ പറഞ്ഞ കറക്റ്റാണ്. പല പാരൻസും എല്ലാ ഇഷ്യൂസും കഴിഞ്ഞിട്ടാണ് പതുക്കെ ഈ ഒരു അല്ല, കാരണം ജനറലി ഗെയിം എന്ന് പറയുമ്പോഴത്തേക്കും പാരന്റ്സ് ഓക്കെ പിള്ളേരുടെ ഒരു സാധനമാണെന്നുള്ള ഒരു കുറച്ചു നേരം അവരെ അടക്കിയിരുത്താനുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അവർ ഗെയിമല്ലേ എന്ന് മാത്രമാണ് ചിന്തിച്ചത്. പക്ഷേ ലേറ്റർ ഇപ്പം 5th 4th തുടങ്ങിയിട്ട് പിന്നെ ഒരു ടീനേജൊക്കെ ആകുമ്പോൾ പക്ക ഇവൻ ഇതിലായി. പിന്നെ അങ്ങ് അഗ്രസീവ് ബിഹേവിയർ അവർ കാണിക്കാൻ തുടങ്ങി. പിന്നെ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ടൈം ഇമ്പയർഡ് ആയിട്ട് പോകുന്നു. അങ്ങനെ വരുമ്പോഴാണ് സംതിങ് എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് അവർ. അപ്പോൾ ആദ്യം തൊട്ടേ നമ്മൾ അതിനെ മനസ്സിലാക്കിയിരിക്കുവാണെങ്കിൽ, ഇപ്പോൾ എൽറിയ പറഞ്ഞ പോലെ അതിന് സഹായിക്കുന്ന ഒരു സംഭവമാണ് ESRB എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഇതാണ് ദ എൻ്റർടൈൻമെൻറ്റ് സോഫ്റ്റ്വെയർ റേറ്റിംഗ് ബോർഡ് ഈസ് ആൻ അമേരിക്കൻ സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ ദാറ്റ് അസൈൻസ് ഏജ് ആൻഡ് കോണ്ടന്റ് റേറ്റിംഗ് ടു കൺസ്യൂം വീഡിയോ ഗെയിംസ്. അതായത് ഏത് തരത്തിലുള്ള കോണ്ടന്റ് ആണ് ഈ വീഡിയോ ഗെയിമിലുള്ളത്, ഇതിൻ്റെ റേറ്റിംഗ് എന്താണ്, അതിലെന്തൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഇതിനെപ്പറ്റിയുള്ള ഒരു ബേസിക് ഐഡിയ തരും. അപ്പോൾ ESRB നമ്മൾ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് അതിൻ്റെ റേറ്റിംഗ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിൽ ചെയ്തിട്ട് നമ്മൾ ഇന്ന ഗെയിമാണ് കളിക്കുന്നത്, ഓക്കെ. അപ്പോൾ എന്നിട്ട് അതിനൊരു ബോർഡ് ഇത് കൊടുക്കുന്നുണ്ട്, അതായത് സർട്ടിഫിക്കറ്റ് പോലെ. അതായത് C എന്ന് പറഞ്ഞാൽ ചിൽഡ്രന് കളിക്കാൻ പറ്റുന്നത്, E എന്ന് പറഞ്ഞാൽ E ഫോർ എവ്രി വൺ. അപ്പം T എന്ന് പറഞ്ഞാൽ ടീൻ. അപ്പം ടീൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഫോറിന് അമേരിക്കക്കാരൻ്റെ ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് തീർച്ചയായിട്ടും അബ്യൂസീവ് ലാംഗ്വേജും ഈ പറഞ്ഞ സെക്ഷൽ കോണ്ടന്റും ഒക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് സൂക്ഷിക്കുക. അതുപോലെ തന്നെ പെഗി എന്ന് പറഞ്ഞിട്ടൊരു പാൻ യൂറോപ്യൻ ഗെയിം ഇൻഫർമേഷൻ സംഭവം, അതിൻ്റെയും ആപ്പ് അവൈലബിൾ ആണ്. അവരും ഇതുപോലെ റേറ്റ് ചെയ്യുന്നുണ്ട് 3, 7, 12, 16, 18 എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടൊരു എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യമാണ്, എൻ്റെ പിള്ളേർ 3 or 4 പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം എൻ്റെ മോൻ വന്ന് എന്നോട് പറഞ്ഞു, നമ്മുടെ ക്ലാസ്സിലെ ആൾക്കാർ ഒരു പ്രത്യേക ഗെയിം കളിക്കുന്നുണ്ട്, അത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നു അപ്പാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാടാ അവർ കളിക്കുന്നത്? പേര് കേട്ടിട്ടൊരു കുഴപ്പമൊന്നുമില്ല, അപ്പോൾ എന്താ സംഭവം എന്നൊന്ന് പറയുമ്പോൾ അപ്പം പറഞ്ഞു വന്നപ്പോൾ ഇത് സംഭവം ഓജ ബോർഡാണ്. അപ്പം ഇപ്പം ലെഗോ നമ്മുടെ എല്ലാ ഫേമസ് ടോയ്സുകാരും ഉണ്ടാക്കുന്നുണ്ട് ഈ സാധനം. എന്നിട്ട് പിള്ളേർ സ്കൂളിൽ വെച്ച് ഈ സാധനം യെസ്-ഓർ-നോ എന്ന് എഴുതി ദി ആർ കോളിംഗ് ദ സ്പിരിറ്റ്സ്. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവരുടെ അടുത്തിരുന്ന് പിള്ളേർ ഇത് വിളിച്ച് കളിക്കുകയാണ്, മനസ്സിലായല്ലേ? 3ലും 4ലും പഠിക്കുന്ന പിള്ളേരാണ്, കുഞ്ഞു പിള്ളേരാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ ഏരിയ ഉണ്ട്, ശരിക്കും ഒരു ഡേഞ്ചറസ് ഏരിയ. അതുപോലെ തന്നെ ദർ ആർ ദീസ് കട്ടിങ് ചാലഞ്ചസ്, അതെല്ലാം ഈ ടീനേജ് പിള്ളേരെയാണ് പിടിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ പിള്ളേർ കളിക്കുന്നതാണ്. രാത്രി 12 മണിയാകുമ്പോഴത്തേക്ക് അവർ ഒരു ഈ പറഞ്ഞൊരു ഈവിൾ സ്പിരിറ്റിനെ വിളിച്ചിട്ട് ഒരു പേരൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് അവർ ഇറ്റ് സീംസ് 12 മണിയാകുമ്പോഴത്തേക്ക് ഈ സാധനം വന്ന് കഥയൊക്കെ തന്നെ തുറന്ന് ലൈറ്റൊക്കെ തന്നെ ഓണായി. അങ്ങനെ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഗെയിം. എന്നിട്ട് ഇത് രണ്ടും ഓഫ്ലൈനാണ്, ഇത് ഓൺലൈൻ അല്ല, ഓഫ്ലൈനാണ്. എന്നാലും പക്ഷേ ഇത് വെരി ഡേഞ്ചറസ്. കാരണം നമുക്കറിയാം, ഒരു സ്പിരിറ്റിനെ വിളിച്ചു വരുത്തിയാൽ യു ഗിവിങ് ദ പെർമിഷൻ, ഗിവിങ് ദ ഡെവിൾ പെർമിഷൻ ടു എൻറ്റർ ഇൻ ടു യുവർ ലൈഫ്. അത് ജീവിതകാലം മൊത്തം അവനത് പ്രശ്നമായി മാറുമെന്നുള്ളതാണ്. പല തരത്തിൽ ട്രൈ ചെയ്യണമെന്ന് തോന്നി. കുട്ടികളിലേക്ക് ഇങ്ങനെ എങ്ങനെയെങ്കിലും ഇടിച്ചു കയറാനായിട്ടുള്ള പല മെത്തേഡ്സ് യൂസ് ചെയ്യണേ, അതിന്റെ ഭാഗമായിട്ടായിരിക്കും. അല്ലെങ്കിൽ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ഇത് ട്രൈ ചെയ്യുന്നതിന് വേറൊരു കാരണം കൂടെ ഉള്ളത്, ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു ക്യൂരിയോസിറ്റി നന്നായിട്ട് ഉള്ള ഒരു പ്രായമാണത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നല്ല ക്രിയേറ്റീവ് ആകാൻ ഈ പറഞ്ഞ ടീനേജ് ഗ്രൂപ്പിന് ഒന്ന് ഓർത്ത് നോക്കിയാൽ അവരുടെ ഈ എനർജി ശരിക്കും അവർ മറ്റൊരു കാര്യത്തിലേക്ക്, ചില കണ്ടുപിടുത്തങ്ങളുടെയും ക്രിയേറ്റീവായിട്ടുള്ള ചില വർക്കുകളുടെയും, അവർക്ക് സൊസൈറ്റിയിൽ അവരുടെ എത്രയോ കുട്ടികൾ അങ്ങനെയുണ്ട് 15 yearsലൊക്കെ നന്നായിട്ട് ക്രിയേറ്റീവായിട്ട് സോഷ്യൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്ന എത്രയോ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ പോകേണ്ട എനർജിയാണ് ഇവിടെ ഇങ്ങനെ ഈ നശിച്ച ലെവലിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവരെ ഇതിൽ നിലനിർത്താൻ വേണ്ടി തന്നെ ഇപ്പം ഈ ഒരു ഏരിയ അതങ്ങനെ
ചില കാര്യങ്ങളിൽ ഒരു നിയർ മിസ് എഫക്റ്റ് ഈ ഗെയിമിലൊരു അങ്ങനത്തെ ഒരു സൈക്കോളജിക്കൽ ഒരു മൂവ് ഉണ്ട്. അതായത് നിയർ മിസ്, അതായത് പഴത്തൊലി ചവിട്ടി തെന്നി വീണു എന്നുള്ള ലെവലിൽ ഉള്ളൊരു സംഭവം ഉണ്ടല്ലോ. അതായത് ഈ ലെവൽ ഞാൻ അച്ചീവ് ചെയ്യാൻ തുടങ്ങിയ ഇപ്പോൾ ഞാൻ അച്ചീവ് ചെയ്യുമായിരുന്നു, പക്ഷേ അതെനിക്ക് മിസ്സായി. സോ ആ ഒരു അഡിക്റ്റീവ് എലമെന്റ് വരും. അപ്പോൾ സോ അവർക്ക് വീണ്ടും കളിക്കണം. ഞാൻ ആ ലെവൽ ഇപ്പോൾ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇനിയും ടൈം വേണം. അപ്പോൾ കൊടുത്തിരിക്കുന്ന ടൈം അവർക്ക് ഒരിക്കലും സംതൃപ്തി ഇല്ലാതെ വരുന്ന. നമ്മൾ മനസ്സിലാക്കേണ്ടത് എവറി ഗെയിം മേക്കർ വാണ്ട്സ് ചിൽഡ്രൻ ടു പ്ലേ ഇറ്റ്, എന്നാലും അവന് കാശ് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ഏറ്റവും അഡിക്റ്റീവ് ആക്കാനായിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഉണ്ടാക്കേണ്ടത് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു അൽഗോരിതം നമ്മൾ മനസ്സിൽ നമ്മുടെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരു പോയിന്റ് ആണ് പിയർ പ്രഷർ നന്നായിട്ടുണ്ട്. അതായത് ഈ കളിക്കൂട്ടത്തിൽ, അതുകൊണ്ടാണല്ലോ ഗ്രൂപ്പ് ഗെയിംസിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് വന്നത്. അതായത് ഇന്നിപ്പോ ഓൺലൈൻ ഗെയിമിംഗിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ ഒരു play the game with the person in a single room ഒറ്റയ്ക്ക് with their peer. പിള്ളേര് പറയണായിട്ടുണ്ട്, എടാ കൊല്ലടാ. ഞാൻ ആരുടെ പറയണ, അവൻ എന്താ ചെയ്യണേ? ഏത് മറ്റേ ഗ്രൂപ്പ് ഗെയിമാണ്, അപ്പൊ വേറെ ഇരിക്കണവനോട് അടുത്ത ആള് വന്നിട്ടുണ്ട് അവന്. പല സ്ഥലങ്ങളിലും അറിയാത്തവർ വന്നിട്ട് ഗ്രൂപ്പ് ഗെയിമിംഗ് ആണ്. അപ്പോൾ പേരൻസ് ഭയങ്കരമായിട്ട് കംപ്ലൈൻറ്റ് പറയുന്നത്, അതായത് ഒരു സമയത്തിന് ശേഷം ഈ പിള്ളേരെ കിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഗെയിമിലൊന്ന് തോറ്റു കഴിഞ്ഞാൽ ആ ലെവലും നശിച്ചു പോയി കഴിഞ്ഞാൽ, അതായത് ചില പേരൻസ് കമൻറ്റ് ചെയ്യുന്നത് എനിക്കെന്തെങ്കിലും വന്നാൽ ഇവൻ ഇതുപോലെ കരയില്ല, അത്രയും ഒരു ഭയങ്കര എന്തോ നഷ്ടപ്പെട്ടതുപോലത്തെ ഉള്ള ഒരു കരച്ചിലും. അപ്പം പിയർ പ്രഷർ നമ്മൾ ഒത്തിരി സൂക്ഷിക്കണം. എനിക്കൊന്ന് കുട്ടികളാണെങ്കിലും നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പാണ് നമുക്ക് എപ്പോഴും നമുക്ക് വേണ്ടത്. അതായത് നമ്മളെ ഒരു ഡാമേജ് ലെവലിലേക്ക് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് നമുക്ക് ഭയങ്കരമായിട്ടും ഇത് ചെയ്യും. പിന്നെ വേറൊന്നാണ് മണി ഭയങ്കരമായിട്ട് പോകുന്ന ഒരു അവസ്ഥ. അതായത് ഇവർക്ക് ചില വെപ്പൺസ് വാങ്ങാനായിട്ട് ചില ഗെയിമിനകത്തു നിന്ന്, അതായത് ഒന്ന് ഓർത്ത് നോക്കി, നമ്മൾക്ക് സ്വന്തമായിട്ട് പോയിട്ട് 1 കിലോ മത്തി വാങ്ങിക്കുന്നതോ അല്ലെ അയില വാങ്ങിക്കുന്ന പരിപാടിയല്ല. ഈ വെർച്വൽ ആയിട്ടുള്ള സംഭവമാണ് വാങ്ങാൻ വേണ്ടിയിട്ട് ഈ മാതാപിതാക്കളുടെ ഗൂഗിൾ പേയോ അല്ലെ പേടിഎമ്മോ ഒക്കെ യൂസ് ചെയ്തിട്ട്, ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്ത് കുറേ മണി, ചിലർ പേരൻസ് അറിയത്ത് പോലുമില്ല, കുറേ കഴിയുമ്പോഴാണ് ചിലപ്പോൾ അറിയുന്നത്. ചിലർ പറയുന്നു, അപ്പാ ഇതിലൂടെ കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും, അങ്ങനെ വിശ്വസിപ്പിക്കുന്ന മക്കളുണ്ട്. ആക്ച്വലി ഓൺലൈൻ ഈ ഒരു ഗാംബ്ലിങ്ങിന്റെ ഒരു പല ഫോംസ്, പല കിഡ്സ് വേർഷൻ ഇതിന് ശരിക്കും നമ്മളുടെ ഒരു കാഴ്ചപ്പാടിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള. പക്ഷെ ഇന്ന് ഒരുപാട് പേര് ഇതിൽ സ്റ്റക്കാണ് അല്ലെ. പലപ്പോഴും അത് അറിയാണ്ടാന്ന് തോന്നുന്നു, ഇതൊരു അഡിക്ഷനായി മാറുന്നുണ്ടോ അത് അറിയുന്നില്ല. ഇറ്റ്സ് ഗെയിമിങ്, അത് ഇങ്ങോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും അറിയുന്നില്ല അത് അഡിക്ഷനായി മാറുന്നുണ്ടോ എന്ന് പോലും പലരും അറിയാണ്ട് അതിലങ്ങനെ പെട്ടു പോകുന്നുണ്ട് അല്ലെ. എന്തുമാത്രം ഏഞ്ചൽസ് ആർമിയുടെ സ്ക്രിപ്ചർ സ്കൂളുണ്ട്. സ്ക്രിപ്ചർ സ്കൂളിൽ പാരൻസ് പലരും വിളിച്ചിട്ട് സംസാരിക്കുന്നത് ഇതാണ്, മോൻ ഭയങ്കരമായിട്ട് അഡിക്ഷൻ വന്നിട്ട് ഞങ്ങൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകണോ. ഒരു എനിക്കൊന്ന് പലപ്പോഴും ആൾക്കാർ ഒരു വേഴ്സ് സിറ്റുവേഷനിലായി കഴിഞ്ഞിട്ടാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. അപ്പോൾ ഇത് തുടങ്ങുന്ന സമയത്ത് തന്നെ, ഇപ്പം എൻ്റെ കുട്ടി ഒരു ഗെയിം കളിക്കുന്നു, കളിച്ചോട്ടെ എന്ന് വെക്കാതെ ഈ കുട്ടി എന്ത് ഗെയിമാണ് കളിക്കുന്നത്, എത്ര നേരമാണ് ഇതിന് ചെലവഴിക്കുന്നത്, നമ്മളതിന് ടൈം ഫിക്സ്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടോ, ആ സമയത്ത് ഇവൻ തിരികെ തരുന്നുണ്ടോ, ഇത് തിരികെ വരുമ്പോൾ അവൻ്റെ ഒരു അഗ്രസീവ്നെസ് കാണിക്കുന്നുണ്ടോ, ഇവന് ഭയങ്കരമായിട്ടും എന്താ പറയുക അവൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു ലൈഫ് സ്റ്റൈൽ നോക്കുമ്പോൾ രാവിലെ കൃത്യമായിട്ട് എഴുന്നേൽക്കുന്നുണ്ടോ, രാത്രി വൈകിയാണോ ഉറങ്ങുന്നത്, പഠനം എങ്ങനെയാണ് പോകുന്നത്, പണ്ടത്തേനേക്കാൾ മാർക്ക് കുറവാണോ, പല്ല് തേക്കേണ്ട സമയത്ത് പല്ല് തേക്കുന്നുണ്ടോ, ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടോ, എങ്ങനെയാണ് അവൻ്റെ ഡെയിലി റുട്ടീൻ പോകുന്നത്. അതിനകത്ത് ഫ്ലക്ച്വേഷൻ വരുമ്പോൾ പാരൻസിന് തന്നെ ഇത് ശ്രദ്ധിക്കാം. അങ്ങനെ വരുമ്പോൾ അവിടെ തന്നെ വേണമെങ്കിൽ കറക്റ്റ് ചെയ്യാം. അതായത് ഒരു സൈക്കോതെറാപ്പിസ്റ്റിൻ്റെ അടുക്കെ പോകുന്നതിന് മുൻപേ നമുക്ക് ഇത് ഇനിഷ്യേറ്റീവ് എടുക്കാൻ പറയും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ മോണിറ്ററിങ് സോഫ്റ്റ്വെയർസും ആപ്പും ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പം പറഞ്ഞില്ലേ, എന്താണ് അവൻ കളിക്കുന്നത്, എത്ര നേരം കളിക്കുന്നുണ്ട്, അതിൻ്റെ കണ്ടന്റ് എന്താണ്, ഇതെല്ലാം പേരൻസ് അറിയണം. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞില്ല, ഫാമിലി ലിങ്ക് പോലത്തെ ഒരു സോഫ്റ്റ്വെയർ ഇടുവാണെങ്കിൽ നമ്മുടെ കുഞ്ഞ് എപ്പം ഏത് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തു, ആപ്പ് ഡൗൺലോഡ് ചെയ്തു, അവൻ അത് എത്ര നേരം ഉപയോഗിക്കണം എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് തീരുമാനിക്കാം. ഇനിയിപ്പോൾ അവന് ഡൗൺലോഡ് ചെയ്ത ആപ്പ് അവൻ ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കാം, അത് പെർമിഷൻ കൊടുക്കണോ വേണ്ടയോ എന്ന് എനിക്ക് തീരുമാനിക്കാം. അപ്പം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ടെക്നോളജി തരുന്നുണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. ഫാമിലി ലിങ്ക് എന്നാണ് അങ്ങനത്തെ ഗൂഗിളിൻ്റെ തന്നെ. അത് നമ്മൾ ഇപ്പോൾ കൊച്ചിൻ്റെ ഡിവൈസിലും നമ്മുടെ ഡിവൈസിലും അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പേരൻറ്റ് ഇന്നയാൾ ഞാനാണെന്ന് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ
ഐ ഹാവ് കൺട്രോൾ ഓവർ ഹിസ് ഡിവൈസ്. അത് എനിക്ക് ഇവിടുന്ന് തന്നെ കൺട്രോൾ ചെയ്യും എന്ന് പറഞ്ഞാൽ അവൻ ഓരോന്നിനും ഓരോ സമയം കൊടുക്കാം, ഓരോ ആപ്പ് എത്ര നേരം ഉപയോഗിക്കണം എന്നുള്ള സമയം കൊടുക്കുക, എപ്പോൾ ലോക്കാണ് എപ്പോഴും അൺലോക്ക് ആണ് എന്ന കാര്യങ്ങൾ മുഴുവൻ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് നമുക്ക് നല്ല രീതിയിലാക്കാം ബിക്കോസ് ചൈൽഡ് ഇറ്റ് സെൽഫ് ഈസ് പ്രിവെന്റിംഗ് ദം. ഓക്കെ, അപ്പം വാച്ച് ചെയ്യുന്നുണ്ടല്ലോ, അമ്മ വാച്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഹി ഓർ ഹർ വിൽ നോട്ട് ഗോ ഇൻ അനദർ ഇത് പോകാൻ. ഒരു പ്രാക്ടീസ് ആയി കഴിയുമ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഇത് വന്നു കഴിയുമ്പോൾ അവന് തന്നെ അറിയാം ഇത് മോണിറ്റർ ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പോവരുത് എന്നുള്ള ഒരു ലെവലിലേക്ക് അവന് വരാം. പിന്നെ മറ്റൊരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ, ഈ സ്ക്രീൻ ഫാസ്റ്റിംഗ് വേണമെങ്കിൽ നമുക്ക് കുടുംബത്തിൽ എല്ലാവർക്കും പേരൻസിൽ എല്ലാവർക്കും ഒരുമിച്ച് വേണമെങ്കിൽ എടുക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പം ഞങ്ങളുടെ സ്കൂളിൽ അങ്ങനത്തെ ഒരു കാര്യം ഈറ്റ് ദ ചോക്ലേറ്റ് ലേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു പേരൊക്കെ കൊടുത്ത് ഒരു ഫാസ്റ്റിംഗ് ചാലഞ്ച് പോലെ നമ്മൾ വെച്ചായിരുന്നു. അപ്പം നമുക്ക് പേരൻസിനെ വീട്ടിലെന്താ എല്ലാവരും തന്നെ ഇപ്പം സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ നമ്മൾ ഇത്ര സമയം വേണ്ടാന്ന് വെക്കും, നമ്മൾ ആരും ഈ സമയത്ത് ഉപയോഗിക്കുന്നില്ല, നമുക്കൊരു ഡിസ്കഷൻ ആവാം. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരുമിച്ചുള്ള ഈ സംസാരങ്ങൾ തന്നെ എന്തോരം മെൻ്റൽ ഹെൽത്ത് നമുക്കിത് കൂട്ടാനുള്ള സംഭവം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളില്ല, മൊബൈലില്ല. അതായത് ചായ, നമ്മളിപ്പം റെസ്റ്റോറൻറ്റിൽ പോയാൽ നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ കാണിക്കുന്നത്, വേറൊന്നും പക്ഷേ വേറൊരാളുടെ പ്രസൻസിലായിരിക്കുമ്പോൾ ഞാൻ മൊബൈൽ ഉപയോഗിക്കത്തില്ല എന്നുള്ള റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴത്തേക്കും ആരും മൊബൈൽ ഉപയോഗിക്കുന്നില്ല. ശരിക്കും ഇത് എന്തോരം ഇൻസൾട്ടിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ അറിയുന്നില്ല. കാരണം നമ്മൾ രണ്ടുപേരും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയുന്നില്ല. പിന്നെ ഈ ഗെയിംസിൻ്റെ കാര്യം പറയുമ്പോഴേ ഈ നമ്മുടെ പണ്ടത്തെ നമ്മുടെ ഗെയിമുകളൊക്കെ ഇപ്പോൾ ആലോചിക്കണം. നമ്മൾ മുറ്റത്തിറങ്ങി അക്ക് അല്ലേ, കിളിത്തട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല ഗെയിംസ് ആണല്ലോ. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ അതൊന്നും ഇല്ല. നമ്മളിപ്പോൾ നമ്മുടെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, അപ്പോൾ അതിനുള്ളൊരു പോസിബിലിറ്റി ഇല്ല. അപ്പോൾ ഈ ഗെയിമിങ് അങ്ങനത്തെ ഈ നാടൻ കളികളെല്ലാം ചുരുങ്ങിപ്പോയി. പിന്നെ നമുക്കറിയാം ഇപ്പം നമ്മുടെ ലോകം എന്ന് പറയുന്നത് വളരെ സെൽഫിഷ്, എൻ്റെ ഒരു സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള ലോകത്താണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് നമ്മുടെ വീട്ടിൽ ഒരു ഇൻറ്ററാക്ഷനുള്ള സാഹചര്യം ഉണ്ടാക്കുക, ഇങ്ങനെ അല്ലാത്ത കളികൾക്കുള്ള കൂടുതൽ സാഹചര്യമൊക്കെ ഉണ്ടാക്കണം. ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ പെറ്റുകൾ, അങ്ങനെ പെറ്റ്സിനെ ഉപയോഗിക്കും. അപ്പം അതൊക്കെ നമ്മളിപ്പം കൃഷി അങ്ങനത്തെ സാധനങ്ങളിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നതിനേക്കാളും ഒരു കിക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. പ്ലസ് ഒരു സോഷ്യൽ ഇൻട്രാക്ഷനും അങ്ങനത്തെ പോസിബിലിറ്റീസ് ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് എനിക്കൊന്ന് നമ്മൾ അവരുടെ കൂടെ നിന്ന് നമ്മുടെ പിള്ളേരെ കൂടെ നിന്ന്, ഇത് പിള്ളേരുടെ ഏരിയ, ഇനി കാർന്നോമാരുടെ ഏരിയ വേറെ, അത് അടുത്ത അഡിക്ഷൻസ് ആണ്. പിന്നെ അതിന് മോണിറ്റർ ചെയ്യാൻ നമ്മുടെ മുകളിൽ ആരും ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടം. പിള്ളേർക്ക് അറ്റ്ലീസ്റ്റ് പേരൻസ് എങ്കിലും ഉണ്ട്, നമ്മുടെ ലെവലിലുള്ള ആൾക്കാരുടെ മുകളിൽ. അതെ, നമ്മള് ശരിക്കും കുറച്ചു നാൾ മുമ്പ് കണ്ടോണ്ടിരുന്ന ഈ കാൻഡി ക്രഷ് ഒക്കെ എല്ലാവരുടെ പേരൻസും കളിക്കുന്ന ഒരു ഗെയിമായിരുന്നു. പക്ഷേ ഈ പബ്ജി എന്നൊക്കെ പറഞ്ഞ ഗെയിം, അല്ലെങ്കിൽ ഇപ്പോൾ പബ്ജി എന്ന് പറഞ്ഞ ഒരു ഇതെന്ന് മാത്രം, അതിന്റെ പല പല വേർഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പാരൻസും കളിക്കുന്ന ഗെയിമുകളാണ്. അപ്പോൾ എൻ്റെ കൊച്ച് ഇത് ഉപയോഗം കുറയ്ക്കണം അല്ലെ പഠിക്കണം എന്ന് നമ്മൾ പറയുമ്പം പിതാവോ മാതാവോ അവിടെ നിന്ന് ഇത് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? നമ്മൾ ഇൻവോൾവ് ആയിരിക്കണം. പേരൻസിനെ സംബന്ധിച്ചോളം കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ആദ്യം മുതൽ ഇൻവോൾവ് ആയിരിക്കണം. ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ അവരോട് പറയണം. മക്കളെ, നിങ്ങൾ കൺഫ്രണ്ട് ചെയ്യാൻ പോകുന്ന ഇതാണ്, ഇങ്ങനത്തെ ഗെയിമുകളുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കളിക്കും, നിങ്ങൾക്കും അത്. അപ്പോൾ അതിൻ്റെ വരായികളെല്ലാം നേരത്തെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. അവരോട് തന്നെ പറയണം, യു ലുക്ക് അറ്റ് ഇറ്റ്, നിങ്ങൾ അതെങ്ങനെയാണ്, എന്ത് വയലൻസ് ഉണ്ടോ, സെക്ഷുവൽ കണ്ടന്റ് ഉണ്ടോ, അത് നിങ്ങളെ എന്തിലേക്കാണ് നയിക്കുന്നത്, നിങ്ങൾക്ക് അപ്പനോടും അമ്മയോടും വെറുതെ ദേഷ്യം തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ സ്വഭാവത്തിന് മാറ്റം വരുന്നുണ്ടോ, നിങ്ങൾ പണ്ട് ചെയ്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടോ, ഉറക്കം വരാതിരിക്കുന്നുണ്ടോ, പള്ളിയിൽ പോകാനായിട്ട് തോന്നലില്ല, സംസാരിക്കാനായിട്ടുള്ള ആഗ്രഹം ഇല്ലാതെ പോകുന്നുണ്ടോ, ദെൻ ചെക്ക് ഇസ് ദെയർ എനിത്തിങ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ നിമിഷവും അവരുടെ ജീവിതത്തിൽ ഇൻ്റർഫിയർ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഈ ഒരു സെൽഫ് ഡിസിപ്ലിൻ നമുക്ക് അവർക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാതെ പറ്റത്തില്ല. സപ്പോർട്ട് ചെയ്തുകൊണ്ട് അത് മാത്രമല്ല ഞാൻ പറയാം, നമ്മളിപ്പോൾ ഒരു ദിവസം നമ്മളുടെ എങ്ങനെ പോകണം, നമുക്ക് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്, അത് നമുക്കൊരു വീട്ടിലിപ്പം നമ്മളെല്ലാവരും കൂടെ തോന്നുന്നത് ചെയ്യുക എന്നുള്ളതിനേക്കാൾ നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്, പഠിക്കാനുണ്ട്, എഴുതാനുണ്ട്, ഹോംവർക്ക് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ വീട്ടിലെ ചില ജോലികൾ സഹായിക്കാനുണ്ട്. നമ്മുടെ കുട്ടികൾ ബാത്റൂം കഴിയുകൊണ്ട് ഒരു തെറ്റുമില്ല, പാത്രം കഴിയുകൊണ്ട് തെറ്റുമില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഇപ്പം എനിക്കൊന്ന് കൂടുതൽ മക്കളുള്ള ഒരു വീടുകളിലൊക്കെയാണ് ഇപ്പം ഒരിക്കലും അവർക്ക് ഈ സമയം തികയാൻ തോന്നില്ല. മൂത്ത കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് ചെറിയ കുട്ടികളെ നോക്കണം. എങ്ങനെ പോയാലും ഇവരുടെ ടൈം ഇവർക്ക് ഇതിലേക്ക് കൊടുക്കാൻ അപ്പം സമയം ഭയങ്കരമായിട്ടും നമുക്ക് മാറി കിട്ടും. അപ്പം അങ്ങനെ യൂസ്ഫുൾ ആയിട്ട് നമ്മുടെ ടൈം പോകുന്നുണ്ട് എന്ന് ഉറപ്പിച്ചു തന്നാൽ ഈ സ്ക്രീൻ ടൈം കുറഞ്ഞു വരുന്നത്. കാരണം സമയമില്ല, പിന്നെ ഉറങ്ങണമല്ലോ, അല്ലെ അങ്ങനത്തെ ബാക്കി കാര്യങ്ങൾ ചെയ്യണമല്ലോ. അപ്പം അങ്ങനെ ഒന്ന് ഒരു ഇതുണ്ടെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളിതൊന്നും ഒരു നമ്മൾ ട്രാക്ക് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ ഒരു നമ്മളിപ്പോൾ ഗെയിം കൂടുതലായിട്ട് കളിക്കുന്ന ഒരാളാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ സെൽഫ് ഡിസിപ്ലിൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ശരിക്കും
ഓരോ ദിവസവും എടുത്തു കഴിഞ്ഞാൽ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എത്ര സമയം ഞാൻ ഗെയിം കളിക്കാനായിട്ട് യൂസ് ചെയ്തു. ഒരു 1 വീക്ക് നോക്കിക്കഴിയുമ്പോൾ ഇത്ര മണിക്കൂർ ഞാൻ ഇത്, അപ്പോൾ ഇത്രയും മണിക്കൂർ ഞാൻ ചിലപ്പോൾ എനിക്ക് എത്ര വൊക്കാബുലറി കൂട്ടാനുള്ള ടൈമാണ്. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു വെബ് ഡിസൈനിങ്ങോ അല്ലെ അങ്ങനത്തെ പോലെ ഡേറ്റ ഇതിനെപ്പറ്റിയുള്ള പഠനങ്ങളോ പുതിയ എന്തെങ്കിലുമൊക്കെ ഉള്ള ക്രിയേറ്റീവായിട്ടുള്ള ചില ചെറു കോഴ്സുകൾ പോലും ചെയ്യാനുള്ള അത്ര ഈ ടൈം മതി, ഈ ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ആ ടൈമാണ് ഞാനിവിടെ കളഞ്ഞത്. അപ്പം അതൊന്ന് നമ്മളുടെ ഇങ്ങനത്തെ വരുന്ന ആ ഒരു ഇതിനെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളായിട്ട് നമ്മൾ റിയലൈസേഷനിലേക്ക് അവരെത്തിക്കുക എന്നുള്ളതാണ് അല്ലേ? വേറൊരു കാര്യം എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. അതായത് ഈ ചില ഗെയിമുകളുണ്ട്, അത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യനെ ഫിസിക്കലി ഹാം ചെയ്യുന്ന പരിപാടികളിലേക്ക് നയിക്കുന്നതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഗെയിമിനെ കുറിച്ച് കേട്ടാണ്. അവരോട് പറയുന്നതെന്ന് വെച്ചാൽ ദേഹത്തൊക്കെ ഉപ്പിടുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഐസ് എടുത്ത് വെക്കുകയാണ്. അപ്പം അവിടെ ആ പൊള്ളലിൽ നിന്നുള്ള സുഖം അത് എത്ര നേരം താങ്ങി നിൽക്കാൻ പറ്റുക. അപ്പം ദേഹം മുഴുവൻ ഇങ്ങനെ തടിച്ചു പൊങ്ങി കീറി വരികയാണ്. പിന്നെ കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ കൈ, വിരൽ അങ്ങനെ കട്ട് ചെയ്യാനായിട്ട്, പിന്നെ വിരലൊക്കെ കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇതിനകത്തൂടെ കത്തി വെച്ചിട്ട് ഏറ്റവും പെട്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പിള്ളേരോട് പറഞ്ഞു കൊടുക്കുന്നതാണ് ഇങ്ങനെ ഏറ്റവും, അതായത് just see if you are able to do it without cutting your fingers. ഉറപ്പല്ലേ അവൻ സ്പീഡ് കൂട്ടി കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനത്തെ ഡേഞ്ചറസ് സാധനങ്ങളും കൂടെ ഇതിനകത്തുണ്ടെന്നുള്ള, ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ആ ഒരു അഗ്രസീവ്നെസ്സും അവരെ, അതായത് ഇപ്പം ടീനേജർ ആണെങ്കിൽ ഉറപ്പായിട്ട് അത് ചെയ്ത് നോക്കി. കാരണം എനിക്ക് പറ്റാത്തതോ ഏറ്റവും സാഹസം ചെയ്ത് ഹീറോ എന്നുള്ളൊരു വേർഷൻ കിട്ടാനാണല്ലോ അവർ നോക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി അവരെന്തും. ഇനി അതിൻ്റെ കൂടെ ഒരു ഗ്രൂപ്പിന്റെ ഒരു സംഭവം ഉണ്ട്, ഒരു ഗ്രൂപ്പ് സൈക്കോളജിയുടെ ഒരു സംഭവം ഉണ്ട്. കാരണം ഫ്രണ്ട്സ് ഉള്ളത് കൊണ്ട് അല്ലെ തന്നെ ചിലപ്പം വീഡിയോ അയച്ചു കൊടുക്കുന്നു. പിന്നെ അത് മാത്രമല്ല, ചെയ്തവൻ പറയുന്നു എടാ ഞാൻ ചെയ്തടാ നീ ചെയ്തോ. ഈ പ്രഷർ ഭയങ്കരമാണ്, ഇത് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. അതായത് ഇവരുടെ അടുക്കൽ ഞാൻ വലിയവനായിട്ട് നിൽക്കണമെങ്കിൽ അല്ലെ ഒരുമിച്ചെങ്കിലും നിൽക്കണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് എനിക്ക് ഈ സാധനം ഒന്ന് ചെയ്തേ പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ ഇങ്ങനത്തെ ഡെവലപ്പ് ചെയ്ത് കൂട്ടി വരുന്നത്. പക്ഷെ നമ്മൾ അറിയുക നമ്മുടെ കുഞ്ഞിന്റെ ഫ്രണ്ട്സ് ആരാണ്, ഫ്രണ്ട്സിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ടൊരു റോളുണ്ട്. പിന്നെ വേഴ്സ് ആവാതെ നോക്കുക, വേഴ്സ് ആവാതെ. അതായത് ഇപ്പം ഈയിടെ ഒരു 2006 or 2008 മറ്റോ ആണ് ഈ ഇന്റർനെറ്റ് ഗെയിമിംഗ് ഡിസോർഡർ ICDയിൽ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ അവർ പറയുന്ന കുറേ സംഭവത്തിൽ അപ്പം നമുക്ക് തന്നെ നോക്കാൻ പറ്റും നമ്മുടെ കുട്ടിക്ക് പഠനത്തിൽ മുന്നോട്ട് പോയോ. ഇപ്പം വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഇപ്പം അഡൾട്ടായിട്ടുള്ള ഒരാളാണെങ്കിൽ വർക്കിൽ ശ്രദ്ധിക്കാൻ പറ്റണില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടും ഇത് മാറ്റിക്കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ആൻഷ്യസ് ആവുന്നു, ഭയങ്കരമായിട്ട് ഇറിറ്റബിലിറ്റി കാണിക്കുന്നു, വിത്ഡ്രോവൽ സിംറ്റംസ് കാണിക്കുന്നു. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഒരു കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ഡെയിലി ചെയ്യേണ്ട സംഭവങ്ങൾ എപ്പോഴും കിടക്കണമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇത് മാത്രം ചെയ്യണമെന്ന് തോന്നുന്നു, വേറെ ഒരു ഉത്തരവാദിത്തത്തിലേക്കും വരുന്നില്ല. ഇതൊക്കെ നമുക്കൊരു വാർണിംഗ് സൈൻസ് ആണ്. അപ്പം ഇത് ഒരു കുറേ നാൾ നിൽക്കുമ്പം, അതായത് ഒരു 12 months 6 months കൂടുതൽ ഒക്കെ നിൽക്കുമ്പം നമ്മൾ അതിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യുന്നത് എന്തായാലും നല്ലതായിരിക്കും. ഒരു കൺസൾട്ടേഷൻ നടത്തി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എങ്ങനെയാ ഏതാ. അൾട്ടിമേറ്റ്ലി നമ്മൾ ഫാമിലിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും പേരൻസിലാണെങ്കിലും ഫാമിലിയെ ശരിക്കും ഇതെല്ലാം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ ഓർക്കുകയാണ്, നമുക്ക് ഞാൻ പറയുന്നത് ഈവൻ ഇവാഞ്ചലൈസേഷൻ, നമ്മുടെ ഒരു സ്പിരിച്വൽ ഗ്രോത്തിന് പോലും ഗെയിമിനെ ഉപയോഗിക്കാനായിട്ടുള്ളൊരു പോസിബിലിറ്റിയും കൂടെ ഉണ്ട്. അത് നമ്മൾ ഇഗ്നോർ ചെയ്യരുത്. അപ്പം അങ്ങനെ അത് ഇപ്പോൾ ഒരു ഡിസിപ്ലിൻ, ഇപ്പം നമുക്കറിയാമല്ലോ വെർച്യൂസ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ഹാബിറ്റ്സ് വഴിയാണ്. നല്ലത് വീണ്ടും വീണ്ടും ചെയ്ത് ചീത്തയായ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം നല്ലത് വീണ്ടും വീണ്ടും ചെയ്യാണ്. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഈ ഹാബിറ്റ് ഫോമിങ് ആയിട്ടുള്ള ഗെയിമുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സ്പിരിച്വൽ കോൺസെപ്റ്റ്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം വിശുദ്ധ കുർബാന, അല്ലെങ്കിൽ ഇപ്പം സ്വർഗം, അല്ലെങ്കിൽ നമ്മളിപ്പം ജീവിക്കുന്ന വഴി, ഇപ്പം ഒരു ഓട്ടം പണ്ട് ഞാനിങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഓടിപ്പോകുന്നു, അയാളുടെ സൈഡിൽ വിശുദ്ധ കുർബാന അല്ലെങ്കിൽ മടുക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ യു ക്യാൻ ക്രിയേറ്റ് ഗെയിംസ്. അല്ലെങ്കിൽ ഒരു കപ്പലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, കരയിലെത്തുന്നോടം വരെ, ലൈക്ക് എ ചർച്ച്, നമ്മുടെ ആർക്ക് അല്ല, നമ്മുടെ നോവാസ് ആർക്ക് എന്നൊക്കെ പറയുന്ന പോലെ അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ ദർ ആർ സ്മോൾ ബോട്ട്സ്, അത് അപ്പോൾ അവരെല്ലാം ഈ ഇതിലോട്ട് കയറുന്നു, മുകളിൽ പറന്ന് നിൽക്കുന്നു, സ്പിരിറ്റ്സ് എല്ലാം മുകളിൽ പറന്ന് നിൽക്കുന്നു, അപ്പോൾ വി ആർ ഓൾ ഗോയിങ് ടുഗെദർ ടു ദ ലാൻഡ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിനകത്തൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടൊക്കെ അങ്ങനെ ഒരു പോസിബിലിറ്റി. ഗെയിമിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്നതിനകത്ത് ഗെയിമിഫിക്കേഷൻ ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. എനിക്ക് തോന്നുന്നു പലതിൻ്റെയും തെറാപ്പികളായിട്ട് നമ്മൾ
ഈ ഗെയിം ഇത് ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട്. കാരണം ഇത് ലെവൽസ് അച്ചീവ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ക്രെഡിറ്റ് എല്ലാം ഇതാണ്. ഇപ്പം നമ്മളിതെല്ലാം വയലന്റ് ലെവലിലേക്കും അല്ലെ മറ്റ് ഇവിൾ സംഭവത്തിലേക്ക് പോകുമ്പോഴാണല്ലോ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സംഭവം. ഇതിനകത്ത് പോസിറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ, ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് വാല്യൂസ് ക്രിയേറ്റ് ചെയ്യാനും നമ്മുടെ ഒരു സ്പിരിച്വൽ ലൈഫ് എൻഹാൻസ് ചെയ്യാനും ഒക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്കൊന്ന് കുട്ടികൾക്ക് തന്നെ ക്രിയേറ്റ് ചില ടീനേജ് കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ഈ സൈബർ ബുള്ളിങ്ങിനെതിരെ പറ്റുന്ന ആപ്പുകൾ വരെ ക്രിയേറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും ഇതിനകത്ത് കളിച്ച് മാത്രം, കാരണം അവർക്ക് നോക്കി ഇത് എന്തോരം കാര്യങ്ങളാണെന്നറിയാം ഇതിനകത്ത് കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നത്. വെപ്പണുമായിട്ട് പോകുന്നു, ഞാൻ ചാവാതെ നോക്കുന്നു, തിരിച്ച് അങ്ങോട്ട് എല്ലാവരെയും വെടിവെച്ച് കൊല്ലുന്നു, ചില കാര്യങ്ങൾ കണ്ടെത്തുന്നു, അങ്ങനെ പല കാര്യങ്ങളാണ്. മൾട്ടി ടാസ്കിംഗ് ആണ് ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ എബിലിറ്റി മതി, ശരിക്കും ഈ സ്കില്ല് മതി അവർക്ക് ഒരു ചാപ്റ്റർ നന്നായിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ നല്ല മാർക്ക് പെർസെൻറ്റേജ് കിട്ടാനോ അല്ലെ ചില കാര്യങ്ങൾ പഠിക്കാനോ ചില കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനോ പോലും ആപ്പുകളോ വെബ് ഡിസൈൻ ചെയ്യാനോ എല്ലാത്തിനും ഉള്ള ഇത് മതി. പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ ഇതിൽ അങ്ങോട്ട് നമ്മുടെ ഡോപ്പമൈൻ റഷിന്റെ ആ ഒരു ഇതിൽ സുഖത്തിൽ അങ്ങനെ അങ്ങോട്ട് നമ്മൾ പോകുന്നു എന്നുള്ളത്. ഈ ഒരു ഡിസ്കഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാം പേരൻസിന് എന്തുമാത്രം റോൾ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഇത് പ്രത്യേകിച്ച് കണ്ടന്റ് മനസ്സിലാക്കുക, ഒരു ഗെയിമിന്റെ കണ്ടന്റ് മനസ്സിലാക്കുക, അതനുസരിച്ചിട്ട് ഡിസിപ്ലിൻ കൊണ്ടുവരുത്തുക, ടൈമിംഗ് റെസ്ട്രിക്ഷൻ അല്ല, ഐ മീൻ ഇൻസ്റ്റെഡ് ഓഫ് റെസ്ട്രിക്ഷൻ അവരെ വേറെ ഓൾട്ടർനേറ്റീവ്സിലോട്ട് കൊണ്ടുപോകുക, അവരെ മനസ്സിലാക്കിപ്പിക്കുക. ബേസിക്കലി അവർക്ക് തന്നെ ഒരു സെൽഫ് അവയർനെസ് കൊടുക്കുക. എന്തുമാത്രം നമ്മളവർക്ക് നല്ല ഗെയിംസ് കണ്ടുപിടിച്ച് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതാണ് ആൻഡ് അതിന്റെ ഒരു ടൈം മോണിറ്റർ ചെയ്യാന്നുള്ളത്. ശരിക്കും അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഒരു ജനറേഷനിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്നുള്ള റിയലൈസേഷൻ പാരന്റ്സിന് വരിക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു പിന്നെ വലിയവർക്കും ആ ഒരു റിയലൈസേഷൻ വരിക എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ ഒരു ഡിസ്കഷന്റെ ഒരു കൺക്ലൂഷൻ നമ്മൾ എത്തിയേക്കുന്നത് അല്ലേ. നമുക്ക് എന്തായാലും ഇതൊരു പ്രയറിലൂടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ജേക്കബ് പ്രാർത്ഥിച്ച അവസാനം പൗലോസ്ലേ ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് എല്ലാം അനുവദനീയമാണ്, പക്ഷേ എല്ലാം നമുക്ക് പ്രയോജനകരമല്ല എന്ന് പറയുന്നുണ്ട്. ഈശോയെ, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ജനറേഷനിലുള്ള മാതാപിതാക്കൾക്കും മക്കൾക്കുമൊക്കെ എന്താണ് നമുക്ക് നല്ലത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ലതിന് വേണ്ടി ജീവൻ കൊടുക്കാനും അതിനുവേണ്ടി എഫേർട്ട് ഇടാനും അനുവദനീയമായതുകൊണ്ട് മാത്രം കിട്ടുന്നതെല്ലാം കൺസ്യൂം ചെയ്യാതെ നല്ലത് എൻ്റെ കുടുംബജീവിതത്തിന്, എൻ്റെ ആത്മീയ ജീവിതത്തിന്, ഞാൻ സ്വർഗത്തിലെത്താൻ വേണ്ടി, ഞാൻ ദൈവത്തോടൊന്നാകാൻ വേണ്ടി ഞങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമായതിൻ്റെ പുറകെ ഏത് വില കൊടുത്തും പോകാനായിട്ട്, ഏത് വില കൊടുത്തും അത് സ്വന്തമാക്കാനായിട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും എല്ലാം അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഗെയിമിൻ്റെ ഏരിയ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അതിലൂടെ സ്ട്രഗിൾ ചെയ്യുന്ന അഡിക്ഷനുള്ള എല്ലാ വ്യക്തികളെയും എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെയും അതിൽ ഉൾപ്പെട്ട് കിടക്കുന്നവരെയും എല്ലാം അതിൽ നിന്ന് പുറത്ത് വന്നുകൊണ്ട് അവരുടെ ജീവിതം ഏറ്റവും ആവശ്യകരമായ, ഏറ്റവും അവർക്ക് ജീവിതത്തിന് ഉതകുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ, അവരുടെ ഉത്തരവാദിത്വം അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരെ സഹായിക്കുന്ന വിധത്തിൽ ദൈവമേ അവരെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമുക്കറിയാം, നമ്മൾ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെയും ഇതിന് അകപ്പെട്ട് കിടക്കുന്നവരെല്ലാം നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുമേ. ആമേൻ. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും ഒഴിക്കപ്പെടും. ആമേൻ. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥനാ സഹായങ്ങളോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഏഞ്ചൽ സാമിയുടെ ഓഫീസ് നമ്പറുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 0484295580 അല്ലെങ്കിൽ drop us your mail at info@angelsarmy.in. Goodbye. Thank you. Thank you.